മലരെ മൗനമ എന്ന ഗാനം SP ബാലസുബ്രഹ്മണ്യവും S ജാനകിയും ചേർന്ന് പാടുന്നതിന്റെ വീഡിയോ ഒരു യൂട്യൂബ് ചാനലിൽ, അതും അത്ര പ്രശസ്തം എന്ന് പറയാൻ പറ്റാത്ത ചാനലിൽ കണ്ടത് 3.5 കോടി പേരാണ്. 2 ലക്ഷത്തോളം ലൈക്കുകൾ, 5900 കമന്റുകൾ. പല കമന്റുകളും ഗൗരവമേറിയവയാണ്, നമുക്ക് പുതിയ അറിവുകൾ പകർന്നു തരുന്നവയാണ്. പാട്ടിനെ പരിചയപ്പെടുത്തവേ അന്ന് വേദിയിൽ SPB പറഞ്ഞത്, ഒന്നിലേറെ പേർ ഒരുമിച്ച് റിഹേഴ്സൽ ചെയ്ത് ഒരുമിച്ച് പാടി റെക്കോർഡ് ചെയ്യുന്ന കാലമായിരുന്നു അത്. പക്ഷേ മലരെ മൗനമ ചെയ്തത് അങ്ങനെയായിരുന്നില്ല എന്നാണ്. താനും ജാനകി അമ്മയും വെവ്വേറെ അവസരങ്ങളിൽ പാടി റെക്കോർഡ് ചെയ്യുകയായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അത് സാധ്യമായതിനുള്ള കാരണം SPB വിശദീകരിച്ചത്, വി അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ സോ മച്ച്. ഞങ്ങൾക്ക് പരസ്പരം പാടുന്ന കാര്യത്തിൽ അത്രത്തോളം അറിയാമായിരുന്നു എന്നാണ്. എത്രയോ പാട്ടുകൾക്ക് വേണ്ടിയുള്ള ഒരുമിച്ചുള്ള റെക്കോർഡിങ്ങുകൾ, മണിക്കൂറുകളോ ദിവസങ്ങളോ നീളുന്ന റിഹേഴ്സലുകളും അതുപോലെ തന്നെ റെക്കോർഡിങ്ങുകളും നടക്കുന്ന അക്കാലത്ത് പരസ്പരം ആഴത്തിലറിയാൻ ഗായകർക്ക് അവസരം ലഭിച്ചിരുന്നു. വേദിയിൽ ആ പാട്ട് പാടിത്തീർന്നാൽ, ഏത് പാട്ടും പാടിത്തീർന്നാൽ കയ്യടിയാണല്ലോ. അങ്ങനെ ജാനകിയമ്മയും SPBയും പാടിത്തീരും മുൻപേ ഷോക്കാർ ക്യാമറ നിർത്താതെ കൈയടിക്കുന്ന ഓഡിയൻസിലേക്ക് തിരിച്ചു. അതിനാൽ SPB സ്റ്റേജിൽ കാണികളെ കയ്യിലെടുക്കുന്ന തന്റെ പതിവ് തന്ത്രം പയറ്റിയത് ക്യാമറയിൽ ദൃശ്യമായി പതിഞ്ഞില്ല. പാട്ടിലില്ലാത്ത ഒരു വാക്ക്, നൻറി, മലരെ മൗനമ എന്ന അതുവരെ പാടിയ അഥവാ പാടി നിർത്താൻ പോകുന്ന പാട്ടിന് ചേരുന്ന ഈണത്തിൽ SPB ആലപിച്ചു. അത്തരം കളികളോട് ഒട്ടും വിട്ടുകൊടുക്കുന്ന കലാകാരിയല്ലല്ലോ S ജാനകി. അവരും അതേ വാക്ക് യുഗ്മഗാനത്തിന് പറ്റിയ ഈണത്തിൽ ഭംഗിയായി പാടി. കുട്ടിയായിരിക്കുമ്പോഴേ തനിക്ക് SP ബാലസുബ്രഹ്മണ്യത്തെ അടുത്തറിയാം എന്നൊക്കെ തമാശ കലർത്തി പറഞ്ഞാണ് ജാനകിയമ്മ സ്റ്റേജ് വിട്ടത്. അതൊക്കെ ആ മഹാഗായികയുടെ പതിവാണെന്ന് ജാനകി ദൃശ്യങ്ങൾ, ജാനകി ഗാനങ്ങൾ കൊണ്ട് നിറഞ്ഞ ഇന്നത്തെ സോഷ്യൽ മീഡിയ കാലത്ത് ഏത് സംഗീത പ്രേമിക്കും അറിയാവുന്നതാണ്. ഏത് അവസരത്തെയും സംഗീതമയമാക്കാനുള്ള അതിവൈശിഷ്ട്യം ജാനകിയമ്മയ്ക്ക് ഉണ്ടായിരുന്നു. ഏത് സദസ്സിന്റെയും കേന്ദ്ര ബിന്ദുവായി മാറാനുള്ള വൈഭവം അവർക്ക് ഉണ്ടായിരുന്നു. അത് ചിലപ്പോൾ പാട്ടിന്റെ വരികളിലെ കൗതുകത്തിലൂടെ ആവാം, വേദിക്കനുസരിച്ച് പുതുമകൾ പകരുന്നതിലൂടെ ആകാം, സഹഗായകനോട് അല്ലെങ്കിൽ ഗായികയോട് കാതിലൊരു സ്വകാര്യം പറഞ്ഞ് ചിരിക്കുന്നതിലൂടെ ആകാം. അങ്ങനെ പാട്ട് മാത്രമല്ല, ഏറെ കൗതുകവും കുസൃതിയും ചിരിയും ചിന്തകളും ഒക്കെ ബാക്കി വെച്ചാണ് ജാനകിയമ്മ എന്ന സംഗീത മാലാഖ വിടവാങ്ങിയത്. മാധ്യമങ്ങളിലെയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലെയും റിപ്പോർട്ടുകൾ പ്രകാരം 88-ാം വയസ്സിലും വാർദ്ധക്യം അവരെ വല്ലാതെ തളർത്തിയിരുന്നില്ല. ഇടയ്ക്ക് ആശുപത്രിവാസമൊക്കെ വേണ്ടി വന്നു എങ്കിലും ആരോഗ്യവതിയായിരുന്നു ഗായിക. മൈസൂരുവിൽ മകളുടെ വീട്ടിലായിരുന്നു ജീവിതാവസാന കാലം അവർ കഴിഞ്ഞിരുന്നത്. ആ വീട്ടിൽ കുഴഞ്ഞു വീണപ്പോഴാണ് അവസാനം മരണമെത്തിയത്. ഭർത്താവിന്റെ മരണം, മകന്റെ മരണം തുടങ്ങിയ തീരാ ദുഃഖങ്ങൾ പല ഘട്ടങ്ങളിലായി പാട്ടിന്റെ സൗന്ദര്യം മുറിക്കാനെത്തിയിരുന്നു. എങ്കിലും S ജാനകി എന്ന ഗായിക ഒരിക്കലും ഒരു ദുഃഖ ഗായിക അല്ലെങ്കിൽ ശോക ഗായിക ആയില്ല. പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും സന്ദേശങ്ങൾ ലോകത്തിന് പകർന്നുകൊണ്ടേയിരുന്നു ആ മാതൃത്വം. അയ്യോ, ജാനകിയമ്മ ബോറല്ലോ എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് ഒരു ഗാനമേളയുടെ തുടക്കം. ഇത്തരക്കാരുടെയൊക്കെ കാലം പോയി, യുവഗായകരുടെ കാലമാണിനി, നവീന സംഗീതത്തിന്റെ കാലമാണിനി എന്ന് തോന്നിപ്പിച്ച കാണികൾ പറഞ്ഞു തുടങ്ങിയ ഘട്ടം. മലയാളത്തിലെ പ്രമുഖ ഗായകരിൽ മറ്റു ചിലർ കൂടി ഉൾപ്പെട്ടതായിരുന്നു അന്നത്തെ ഗായക സംഘം. ഓരോരോ ഗായകരും അവർ തന്നെ പാടി റിലീസായ ഹിറ്റായ ഗാനങ്ങൾ പാടുന്നു. ജാനകിയമ്മ ആദ്യം പാടിയ ഗാനത്തിന് പ്രേക്ഷക സ്വീകാര്യത ഒട്ടും കിട്ടിയില്ല. പഴയകാലത്തെ അപ്രശസ്തമായ ഒരു പാട്ടായിരുന്നു പാടിയത്. ഒട്ടും ഇടർച്ചയില്ലാതെ ഒറിജിനൽ പാട്ടിന്റെ തനിമയോടെ തന്നെ ഗായിക അവതരിപ്പിച്ചെങ്കിലും പാട്ടിന്റെ പ്രശസ്തി കുറവായിരിക്കാം കാരണം കാഴ്ചക്കാരെ മടുപ്പിച്ചു. അടുത്ത പാട്ടിനും അതുതന്നെ ഗതി. പൊതുവേദികളിൽ ഇത്തരം അവസരങ്ങളിൽ മലയാളികൾ പ്രതികരിക്കുക കൂവിക്കൊണ്ടായിരിക്കുമല്ലോ. ജാനകിയമ്മയോട് അങ്ങനെ ചെയ്യരുത് എന്ന് കരുതുന്നവർ, കൂവരുത് എന്ന് തോന്നുന്നവർ ആ ആൾക്കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ അവർ പോലും ഇതല്ലാതെന്ത് പ്രതീക്ഷിക്കാൻ, മറ്റ് ഗായകരോട് കിടപിടിക്കാൻ ജാനകിയമ്മയ്ക്ക് സാധിക്കുന്നില്ലല്ലോ എന്ന മാനസിക സംഘർഷത്തിൽ പെട്ടുപോയി കാണാം. എന്നാൽ അവരെയും കൂവി ബഹളമുണ്ടാക്കിയിരുന്നവരെയും ഒക്കെ അടക്കിയിരുത്തുക മാത്രമല്ല, സംഗീതത്തിന്റെ വിസ്മയത്തുമ്പത്തേക്ക് പാടി ഉയർത്തുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് മാസ്മരിക ശബ്ദത്തിലൂടെ, ഈണത്തിലൂടെ ആ അനശ്വര ഗായിക. അത്രത്തോളം ഔന്നത്യമുണ്ട് മലയാള ചലച്ചിത്ര ഗാനശാഖയിൽ അവർക്കുള്ള ഇരിപ്പിടത്തിന്. മായ്ക്കാമെന്ന മോഹത്തെ അകലേക്കിരുത്താനുള്ള കരുത്ത് ആ ശബ്ദത്തിനും അതിനു പിന്നിലെ നന്മ നിറഞ്ഞ മനസ്സിനുമുണ്ട്. ശാസ്ത്രീയ സംഗീതം ഒട്ടുമേ പഠിച്ചിട്ടില്ലാത്ത ഗായിക എന്നതാണ് S ജാനകിയുടെ ഒരു മേൽവിലാസം. എന്നാൽ അങ്ങനെ സംഭവിച്ചത് കുട്ടിക്കാലത്ത് പാട്ട് പഠിക്കാൻ ജാനകി എന്ന ബാലിക ശ്രമിക്കാഞ്ഞത് കൊണ്ടല്ല. ബാല്യത്തിൽ തന്നെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട ജാനകിയെ വളർത്തിയത് അമ്മാവൻ ഡോക്ടർ ചന്ദ്രശേഖർ ആയിരുന്നു.
മരുമകളുടെ സംഗീതവാസന ആവോളം അതിനെ വളർത്തണമെന്ന ആഗ്രഹം അമ്മാവന് ഉണ്ടായിരുന്നതാനും. അങ്ങനെ ആഗ്രഹിച്ചിരുന്ന അമ്മാവനായിരുന്നു ജാനകിക്ക് ഉണ്ടായിരുന്നതെങ്കിലും വഴി മാറ്റിവിട്ടത് സംഗീത അധ്യാപകൻ തന്നെയായിരുന്നു. കർണാടക സംഗീതം പഠിക്കാൻ തന്റെ അടുത്തെത്തിയ ജാനകിയോട് ഭാഗവതർ പറഞ്ഞത്, ദൈവം തന്ന സംഗീതം വേണ്ടുവോളം ഉണ്ടല്ലോ, ഇനി എന്തിന് സരിഗമ വേറെ പഠിക്കണം എന്നായിരുന്നു. ആ വാചകത്തിന്റെ അർത്ഥം വെളിപ്പെടുത്താനുള്ള ശ്രമമായിരുന്നു ജാനകിയമ്മയുടെ സംഗീത ജീവിതം അതിന്റെ ആകെത്തുക എന്ന് വേണമെങ്കിൽ പറയാം. താങ്ങും തണലുമായിരുന്ന ഭർത്താവിനെയും മകനെയും നഷ്ടമാകുന്ന ഘട്ടങ്ങളിലൂടെ കടന്നുപോകേണ്ടി വന്നതോടെ ജീവിത ദുഃഖങ്ങളോട് പടവെട്ടിക്കഴിയവേ തന്നെ സന്ദർശിക്കാനെത്തിയ പലരോടും അവർ ചോദിച്ചിരുന്നത്രേ, എന്റെ കൃഷ്ണൻ എന്തിനാണ് ഇനിയും എൻ്റെ ആയുസ് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നത് എന്ന്. ശ്രീകൃഷ്ണൻ ജാനകിയമ്മയ്ക്ക് ഇഷ്ടദേവനായിരുന്നു. ജീവിതാവസാന കാലത്ത് സന്ദർശിക്കാനെത്തുന്നവർ സമർപ്പിക്കുന്ന സമ്മാനങ്ങളിൽ ശ്രീകൃഷ്ണനെ ഓർമ്മിപ്പിക്കുന്നവയോടായിരുന്നത്രേ അവർക്ക് ഏറ്റവും ഇഷ്ടം. ആ വിശ്വാസ ദൃഢത തന്നെയാകാം ഭാരതത്തിന് ഈ മികച്ച ശബ്ദം സമ്മാനിച്ചത്. കാരണം ബാല്യത്തിൽ അമ്മാവൻ നൽകിയ പിന്തുണയിൽ ആകാശവാണി നടത്തിയ ദേശീയതല സംഗീതാലാപന മത്സരത്തിൽ ജേതാവായി ആന്ധ്രയിലെ ഗുണ്ടൂരിൽ നിന്നുള്ള ഈ ബാലിക അന്നത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൽ നിന്ന് സമ്മാനം ഏറ്റുവാങ്ങി. വൈകാതെ ചെന്നൈയിലേക്ക് ജീവിതം പറിച്ചു നടാനും ജാനകിയിലെ ഗായികയെ വളർത്താനും മുൻകൈയെടുത്തത് അമ്മാവന്റെ മകൻ തന്നെയായിരുന്നു വി രാമപ്രസാദ്. അദ്ദേഹമായിരുന്നു ഗാനവസന്തത്തിന്റെ ജീവിത പങ്കാളി. ഏകമകൻ മുരളീകൃഷ്ണ നർത്തകനായിരുന്നു, സംഗീതജ്ഞനായിരുന്നു. അതിലുപരി അമ്മയെ ജീവന് തുല്യം സ്നേഹിച്ച മകനായിരുന്നു. ഭർത്താവിന്റെ മരണത്തോടെ നെറ്റിയിലെ ചുവന്ന വട്ടപ്പൊട്ട് മാറ്റി നീണ്ട ഭസ്മക്കുറിയിലേക്ക് ജാനകിയമ്മ മാറി എന്ന് ഗാനഗന്ധർവൻ യേശുദാസ് അനുസ്മരിച്ചിട്ടുണ്ട്. അതുപോലെ മകന്റെ മരണത്തോടെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഗായികയെ അത്രയധികം സ്നേഹത്തോടെ ആദരവോടെ പരിചരിച്ചു എന്ന് ഗായിക സുജാതയും അനുസ്മരിച്ചിട്ടുണ്ട്. സംഗീതത്തിനപ്പുറം സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും മഹാലോകത്തിന്റെ വിശാലമായ കവാടങ്ങൾ തുറന്നിട്ടാണ് ഇനിയില്ലാത്ത മലയാളത്തിന്റെ പാട്ടിന്റെ അന്ത്യയാത്ര. ശരീരമേ അഗ്നിനാളങ്ങൾ വിഴുങ്ങുന്നുള്ളൂ. ആദരാഞ്ജലി, അനശ്വര പ്രണാമം.